ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ മാത്സിന്റെ ഓണം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന 200 ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക്, അതിലെ 5ാം ഭാഗം 61ാമത്തെ ചോദ്യം മുതൽ 75ാമത്തെ ചോദ്യം വരെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ 4 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. ഇതാ, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എഫും n-ാം പദം xn-ഉമായാൽ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്തായിരിക്കും? ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു f, nth ടേം xn ഈക്വൽ ടു xn. അപ്പോൾ നമ്മുടെ n പദങ്ങളുടെ തുക Sn ഈക്വൽ ടു n/2 ഇൻറ്റു 1-ാം പദം f പ്ലസ് n-ാം പദം xn. n/2 ഇൻറ്റു f പ്ലസ് xn. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് അറിയാം, എന്നാലും ഓർത്തു വെക്കുക. സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക, സം ഓഫ് ഫസ്റ്റ് n numbers in the arithmetic sequence equal to n/2 into f plus xn. Question 62. ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകളുടെ തുക എപ്പോഴും എത്രയായിരിക്കും? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ആൾവേസ്, അതെ, 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സർക്കിൾ, അതിനകത്ത് ഒരു ചതുർഭുജം. ഇത് ചക്രീയ ചതുർഭുജം ആവുന്ന സമയത്ത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർകോണുകളുടെ തുക എന്തായിരിക്കും? 180. അതായത് എതിർകോണുകൾ അനുപൂരകങ്ങളാണ്. ഇതൊന്ന് ഓർത്തു വെക്കുക, ഈ വാക്ക്. അതേപോലെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ 30 ഇരട്ട എണ്ണൽ സംഖ്യകളുടെ തുക കണക്കാക്കുക. സം ഓഫ് ഫസ്റ്റ് 30 ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 2, 4, 6, 8 ഇങ്ങനെ പോകുന്ന സമാന്തര ശ്രേണി സീക്വൻസിലെ 30 പദങ്ങളുടെ 30 ടേംസിന്റെ സം ആണ് വേണ്ടത്. അപ്പൊ നമുക്കറിയാം n പദങ്ങളുടെ തുക n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് nth ടേം. അപ്പൊ നമുക്ക് ഇവിടെ n 30 ആണ്. 30/2 ഇൻറ്റു 1-ാം പദം 2 ആണ്, പ്ലസ് 30-ാം പദം നമുക്ക് കണ്ടുപിടിക്കാം. ഇതിനേക്കാൾ ഈസി മെത്തേഡ് ഉണ്ട്, പക്ഷെ നമ്മൾ 30-ാം പദം കണ്ടുപിടിക്കാം. അതിനുവേണ്ടി 1-ാം പദം f എന്ന് പറയുന്നത് 2, പൊതുവ്യത്യാസം d, 4 - 2 2. അപ്പൊ നമുക്ക് 30-ാം പദം x 30, 1-ാം പദം പ്ലസ് 29 ഇൻറ്റു പൊതുവ്യത്യാസം. അപ്പൊ നമുക്ക് ഇവിടെ 2 + 58 60 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 2 + 60, ഇത് നമുക്ക് എന്ത് ചെയ്യാം? 30/2 ഇൻറ്റു ഇത് 62 എന്ന് വരും. ഞാൻ ഈ 62-നെ 61 എന്ന് എഴുതാം. 30 ഇൻറ്റു 31/2, സോറി, 62-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 31. അപ്പം 30 ഇൻറ്റു 31. അപ്പൊ ഇവിടെ ഒരു 0, 3 ഇൻറ്റു 1 3, 3 9, 930 എന്ന് കിട്ടും. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതാണ്. ഇനി നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക, സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n പ്ലസ് 1/2. ഓക്കെ, ഇനി ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, n ഇൻറ്റു n പ്ലസ് 1. ഈ ഫോർമുല നേരിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയൊന്നും കഷ്ടപ്പെടണ്ട. അപ്പം നമുക്ക് ഫോർമുല Sn ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1. അതിൽ n-ന് 30 കൊടുത്തു കഴിഞ്ഞാൽ S 30, 30 ഇൻറ്റു 30 പ്ലസ് 1, 30 ഇൻറ്റു 31 930 ഈസി ആയി കിട്ടും. അപ്പോൾ ഈ ഫോർമുല ഓർത്തു വെക്കുക.
ഇനി നമ്മളോട് ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിക്കുന്നത് എങ്കിൽ, ഓഡ് നമ്പേഴ്സിന് തുകയാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് n² എന്ന് ഉപയോഗിക്കാം. ഓക്കെ, ഈ 3 ഫോർമുലകളും ഓർത്തു വെച്ചാൽ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇതുപോലെ ചെയ്ത് കണ്ടുപിടിക്കാം. 64-ാമത്തെ ചോദ്യം നോക്കൂ. ഒരു പെട്ടിയിൽ 8 ചുവന്ന ബോൾ പെന്നുകളും 8 ചുവപ്പ് 12 നീല ബോൾ പെന്നുകളുമുണ്ട്. 12 നീല. ഓക്കെ. A box contains 8 red ball pens and 12 blue ball pens. ഇനി അതിൽ നിന്നും നോക്കാതെ ഒരു പേന എടുത്താൽ അത് നീല ബോൾ പെൻ ആകാനുള്ള സാധ്യത എത്ര? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ ആകെ പേനകൾ ടോട്ടൽ പെൻസ് ഈക്വൽ ടു 8 + 12 20. ഇനി നീല പെന്നുകൾ ബ്ലൂ പെൻസ് 12. അപ്പൊ നമുക്ക് എന്താണ് നീല ബോൾ പെൻ ആകാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ ബ്ലൂ പെൻ ഈക്വൽ ടു എത്ര ബ്ലൂ ഉണ്ട്? 12 ബൈ ആകെ എത്രയാണ്? 20. അപ്പോൾ 12/20 ആണ് സാധ്യത. അത് നമുക്ക് എന്ത് ചെയ്യാം? 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 × 3 12. അതുകൊണ്ട് 3/4 × 5 20. 5. 3/5. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസിലെ തുടർച്ചയായ 3 പദങ്ങളാണ് x - 1, x + 3, 3x - 1. xന്റെ വില കാണുക. ഈ 3 പദങ്ങളും 3 ടേംസും എഴുതുക. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമുക്ക് 3 പദങ്ങളാണ് ഉള്ളത് എങ്കിൽ നടുവിലെ പദത്തിന്റെ 2 മടങ്ങായിരിക്കും മറ്റു 2 പദങ്ങളുടെ തുക. അതായത് 2 × നടുവിലെ പദം ഈക്വൽ ടു ആദ്യ പദം പ്ലസ് മൂന്നാം പദം. 2 × മിഡിൽ ടേം ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് തേർഡ്. ഇതോർക്കൂ. ഇതോർത്താൽ എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടാമത്തെ പദം മിഡിൽ പദം 2 × x + 3 രണ്ടിരട്ടി സമം മറ്റ് 2 പേരുടെ തുക x - 1 + 3x - 1. ഇത് നമുക്ക് 2x + 6 സമം x ഉം 3x ഉം 4x -1 -2. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. അപ്പൊ 4x - 2x, അത് ഞാൻ ഇവിടെ ആദ്യം എഴുതി 2x. ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നാൽ 6 + 2 8. ഇതിൽ നിന്നും x നമുക്ക് 8/2 4 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. 2 × x + 3 സമം x - 1 + 3x - 1. അപ്പോൾ 2x + 6 സമം 4x - 2. ഇതിൽ നിന്നും 2x 8 എന്ന് കിട്ടും, x 4 എന്ന് കിട്ടി. അപ്പോൾ വാല്യൂ ഓഫ് x ഈസ് 4. ഇനി 3 പദങ്ങളും എഴുതുക. അപ്പോൾ ആദ്യ പദം ഫസ്റ്റ് ടേം 4 - 1 3. സെക്കൻഡ് ടേം x + 3. അപ്പൊ നമുക്ക് 4 + 3 7. ഓക്കെ. ഇനി മൂന്നാമത്തെ ടേം 3x - 1 3 × 4 - 1 12 - 1 11. ഓക്കെ, അപ്പൊ 3 പദങ്ങളും 3 7 11. ഇത് ഓർത്ത് വെക്കുക. x കിട്ടി. ഇനി xനെ ഇവിടെ കൊണ്ടുപോയിട്ട്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ ദി ഫിഗർ, ചിത്രത്തിൽ കോൺ എ സി ബി 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി ആണ്. ഫൈൻഡ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ ബി. എ ബി ചാപത്തിന്റെ കേന്ദ്രകോൺ എത്ര? അതായത് നമുക്ക് ഇതാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, ഇവിടെ ഇത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ ബി ചാപത്തിന്റെ കേന്ദ്രകോൺ, ഈ ചാപത്തിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ ബി, ചെറിയ ആർക്കിന്റെ. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു ചാപത്തിന്റെ കോണിന്റെ പകുതിയായിരിക്കും മറുചാപത്തിലുണ്ടാകുന്ന ബിന്ദുവിന്റെ കോൺ. ഓക്കെ, അതായത് ദ ആംഗിൾ ഓഫ് എനി പോയിന്റ് in one arc is equal to the twice of central angle of alternate arc. ആ കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോൺ എ സി ബി എവിടെയാണ്? എ സി ബി എന്ന ആർക്കിലാണ്. അതുകൊണ്ട് ചെറിയ ചാപം എ ബി, അതായത് എ ഡി ബി, അതിൻ്റെ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ ഇതിന്റെ ഡബിൾ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 2 × 45 90 ഡിഗ്രി. കോൺ എ ഡി ബി എത്ര? എ ഡി ബി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ആംഗിൾ in one arc plus angle in the alternate arc equal to 180 degree. Sum of angles in an arc and alternate arc is equal to 180. ഒരു ചാപത്തിലെയും മറുചാപത്തിലെയും കോണുകളുടെ തുക 180 ആണ്. അതുകൊണ്ട് കോൺ എ ഡി ബി സമം 180 മൈനസ് കോൺ എ സി ബി. 180 മൈനസ് എ സി ബി 45, 135 ഡിഗ്രി. ഓക്കെ, ഇത് വെച്ച് എന്തായാലും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. 1 മാർക്കിനോ 2 മാർക്കിനോ 3 മാർക്കിനോ ഉള്ള ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. ഈ കാര്യം ഓർത്ത് വെക്കുക. കേന്ദ്രകോണും അതേപോലെ മറുചാപത്തിലെ കോണും തമ്മിലുള്ള ബന്ധം. ഓക്കെ, കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും മറുചാപത്തിലെ കോൺ. ആംഗിൾ ഇൻ ദി ആൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദിസ് ആർക്ക്. അതേപോലെ എന്താണ് ആൾട്ടർനേറ്റ് ആർക്ക്, അതിലുള്ള ആംഗിൾ ഇൻ ദി ആൾട്ടർനേറ്റ് ആർക്ക് പ്ലസ് ആംഗിൾ ഇൻ ദ ആർക്ക് ഈക്വൽ ടു 180 ഡിഗ്രി. ഒരു ചാപത്തിലെയും മറുചാപത്തിലെയും കോണുകളുടെ തുക 180 ആണ്. അത് ഓർത്ത് വെക്കുക. ഇനി ഈ ചോദ്യം നോക്കൂ. ഒരു വൃത്തത്തെ കേന്ദ്രകോണുകൾ 60 ഡിഗ്രി, 120 ഡിഗ്രി, 180 ഡിഗ്രി വീതമുള്ള 3 വൃത്തഭാഗങ്ങളാക്കിയിരിക്കുന്നു. A circle is divided into 60, 120, 180 sectors. അതായത് ഇവിടെ ഒരു ചിത്രം ഞാൻ വരയ്ക്കുകയാണ്. ഇത് സെന്റർ ആണ്. ഇവിടെ നമുക്ക് ഇതൊരു 60 ഡിഗ്രി എന്ന് വിചാരിക്കൂ. അപ്പോൾ ഇത് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവൻ 120 ഡിഗ്രി, പിന്നെ ബാക്കിയുള്ളത് 180 ഡിഗ്രി. ഇങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഒരു വൃത്തത്തെ ഇങ്ങനെ 3 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. ഇനി എന്താണ് ചെയ്യുന്നത്? 60 ഡിഗ്രി ഭാഗത്ത് ആകാനുള്ള സാധ്യത ഒരു ഡോട്ട് ഇടുകയാണ്. അപ്പോൾ അത് ഇവിടെ വരാനുള്ള സാധ്യത. അപ്പോൾ ടോട്ടൽ ആംഗിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആകെ കേന്ദ്രകോൺ ടോട്ടൽ ആംഗിൾ ഈസ് 360 ഡിഗ്രി. അപ്പോൾ അതുകൊണ്ട് എന്താണ് 60 ഡിഗ്രി ഭാഗത്താകാനുള്ള
സാധ്യത. പ്രോബബിലിറ്റി ഓഫ് ഫോളിങ് ഇൻ 60 ഡിഗ്രി സെക്ടർ, അതാണ് പ്രോബബിലിറ്റി ഓഫ് 60 ഡിഗ്രി സമം 60 / ആകെ കോൺ 360, അപ്പോൾ 1/6. ഇനി 180 ഡിഗ്രി ഭാഗത്താകാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ഓഫ് ഫോളിങ് ഇൻ 180 ഡിഗ്രി സെക്ടർ, പി ഓഫ് 180, നമുക്ക് 180/360 1/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കേന്ദ്ര കോൺ സെൻട്രൽ ആംഗിള് എക്സ് ഡിഗ്രി ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ആ സെക്ടർ അതായത് ആ വൃത്തഭാഗത്ത് കുത്തുവരാനുള്ള സാധ്യത x/360 ആണ്. ഓർത്ത് വയ്ക്കുക. 68ാമത്തെ ചോദ്യം. 5, 11, 17 എന്ന സമാന്തര ശ്രേണിയിൽ അരിത്മെറ്റിക് സീക്വൻസിൽ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എത്ര? കോമൺ ഡിഫറൻസ് കാണാൻ എളുപ്പമാണ്. ഡി സമം തുടർച്ചയായ രണ്ട് പദങ്ങളുടെ വ്യത്യാസം 11 - 5, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 6 എന്ന് കിട്ടി. ഇതാ. ഓക്കെ, ഇനി എന്നാം പദം എഴുതുക. എന്താണ് എന്നാം പദത്തിന്റെ ഫോർമുല? xn = dn + f - d. ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഡി എന്ന് പറയുന്നത് 11n പ്ലസ് ഒന്നാം പദം 5 മൈനസ് 6. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഡി 6 ആണ്. 6n + 5 - 6, അപ്പൊ നമുക്ക് 6n - 1 എന്ന് കിട്ടും. ശരിയല്ലേ? ഇതാ. ഓക്കെ, ഇനി ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 101 ഒരു പദമാണോ എന്ന് പരിശോധിക്കുക. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. നമുക്ക് എന്നാം പദം 6n - 1 ആണല്ലോ. അപ്പോ 6n - 1 101 ആവുമോ എന്ന് നോക്കുക. അപ്പൊ നമുക്കിവിടെ 6n = 102. അപ്പൊ n എന്ന് പറയുന്നത് 102/6. 102നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 6 6, ഇവിടെ 4 ബാക്കി 42 എന്ന് പറയുമ്പോൾ 7 6 42. കറക്റ്റ്. പൂർണ്ണസംഖ്യ ഒരു ഇൻഡിജർ കിട്ടുന്നുണ്ട്, ഒരു എണ്ണൽ സംഖ്യ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് 101 ഇതിലെ ഒരു പദമാണ്. എത്രാമത്തെ പദമായിരിക്കും? എത്രാമത്തെ പദമാണെന്ന് അറിയണമെങ്കിൽ ഇത് എന്താണ് വരുന്നത്? ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എത്രാമത്തെ പദമാണ് എന്നറിയണമെങ്കിൽ ഇത് നമുക്ക് ഒന്നാം പദത്തിൽ നിന്നും 17 സ്ഥാന വ്യത്യാസമാണ് ഇത് വരുന്നത്. ഇത് x1, ഈ സ്ഥാന വ്യത്യാസമാണ് 17. അപ്പൊ ഇത് എത്രയായിരിക്കും? 18ാം പദമായി 17ാം പദമായിരിക്കും. ശരിയാണ്. ഓക്കെ, 17ാം പദം തന്നെയാണ്. ഓക്കെ, ഇപ്പൊ 101 എന്ന് പറയ 102 n = 17 എന്ന് കിട്ടും. അതായത് x17 എന്ന് പറയുന്നത് ആരായിരിക്കും? x17 എന്ന് പറയുന്നത് 101 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മുടെ പറയുന്ന സംഖ്യ, അതിൽ നിന്നും ഒന്നാം പദം കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 96 കിട്ടും. ഇനി ഈ 96നെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. പൊതുവ്യത്യാസം എത്രയാണ്? 6. 96നെ 6 കൊണ്ട് ഹരിച്ചാൽ 16. അതൊരു എണ്ണൽ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 101 ഇതിലെ ഒരു പദമായിരിക്കും. ഓക്കെ, അതായത് നമ്മളിവിടെ xn - x1/d എന്നാണ് കണ്ടുപിടിച്ചത്. ഇത് എത്രാമത്തെ പദമാണെന്ന് കാണണമെങ്കിൽ
n സമം xn മൈനസ് x1/d പ്ലസ് 1 എന്ന് വേണം. ഈ ഒരു ഫോർമുല. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബീജഗണിത രൂപത്തിൽ എന്താണ് ആ ബീജഗണിത രൂപത്തെ ഈ സംഖ്യ കൊണ്ട് സംഖ്യയായിട്ട് എടുക്കുക. Rn-1 സമം 101 എന്നിട്ട് n കണ്ടുപിടിക്കുക. ആ n പൂർണ്ണസംഖ്യ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഇതിലെ പദമാണ്, അല്ലെങ്കിൽ ആയിരിക്കില്ല. ഉദാഹരണം 103 എടുത്തു എന്ന് വിചാരിക്കൂ. 103 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? Rn-1 സമം 103 അല്ലേ? അപ്പോൾ Rn എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 103 പ്ലസ് 1. ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 1, അപ്പോൾ 104 ആവും. സമം 104. അപ്പോൾ n എന്ന് പറയുന്നത് 104/6. 104നെ 6 കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ 1/6 4. ഇനി ഈ 4 ഇട്ടു 44 7 പ്രാവശ്യം 7 6 42 2. അപ്പോൾ നമുക്കിവിടെ റിമൈൻഡർ 2 വന്നു. അതുകൊണ്ട് 104 ഈ ശ്രേണിയിലെ പദമല്ല. അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ. ഈ രീതിയിലും ചെയ്യാം. ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് കിട്ടും. ഇനി എത്രാമത്തെ പദമാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനോട് 1 കൂട്ടണം. പക്ഷേ ബീജഗണിത രൂപം ആൾജിബ്രിക് ഫോമിൽ നമ്മൾ കൊടുത്തു നോക്കുകയാണെങ്കിൽ n നേരിട്ട് കിട്ടും. അത് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? നമ്മുടെ ആൾജിബ്രിക് ഫോം, അതായത് എന്താണ്? ബീജഗണിത രൂപം Rn-1 ഈ പദമാണെന്ന് വിചാരിക്കുക. എന്നിട്ട് n കണ്ടുപിടിച്ചു. ഓക്കെ. ഇനി 69ാമത്തെ ചോദ്യം നോക്കൂ. ചിത്രത്തിൽ ABCD ഒരു ചക്രീയ ചതുർഭുജം, അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇനി കോൺ A 2x, ആംഗിൾ B 3y, ആംഗിൾ C 3x, ആംഗിൾ D 2y എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എക്സും വൈയും കാണുക, 4 കോണുകളും കണ്ടുപിടിക്കുക. In a cyclic quadrilateral, the sum of opposite angles equal to 180 degree. ചക്രീയ ചതുർഭുജത്തിലെ എതിർ കോണുകളുടെ തുക 180 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 2x + 3x 180 എന്ന് എഴുതാം. അപ്പോൾ 5x 180 എന്ന് കിട്ടും. 5x 180. അപ്പൊ അതിൽ നിന്നും x 180/5 36 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഇനി നോക്കൂ, ഇവിടെ a എന്ന് പറയുന്നത് 2 × 36 72 ഡിഗ്രി. ഇതാ. C എന്ന് പറയുന്നത് 3 × 36 108 ഡിഗ്രി. ഓക്കെ. ഇനി നമുക്ക് എന്താണ്? 3y + 2y 5y. ആ 5y എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ എന്താണ്? y-യും 36 എന്ന് കിട്ടും. 3y + 2y 180. അപ്പൊ നമുക്ക് 5y = 180, y = 180/5. അപ്പോൾ 3 5 15. ഇവിടെ ബാക്കി 3 30 6 പ്രാവശ്യം 36 ഡിഗ്രി. ഓക്കെ. ഇനി ബി എന്തായിരിക്കും? കോൺ B = 3 × 36 108. കോൺ D = 2 × 36 72. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. 70ാമത്തെ ചോദ്യം നോക്കൂ. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ പെട്ടി 1 പെട്ടി 2 പെട്ടികളുണ്ട്. അപ്പൊ ഞാനിവിടെ ഒന്നാമത്തെ പെട്ടിയിൽ 1 2 3 4 എന്നീ സംഖ്യകൾ. രണ്ടാമത്തെ പെട്ടിയിൽ എന്താണുള്ളത്? സെക്കൻഡ് ബോക്സ് കണ്ടെയ്ൻസ് 1 2 3 4 5.
1 2 3 4 5. ഓക്കെ, ഇനി രണ്ടിൽ നിന്നും ഓരോന്ന് എടുക്കുകയാണെങ്കിൽ ആകെ എത്ര ജോഡികൾ സാധ്യമാണ്? ഹൗ മെനി ടോട്ടൽ പെയേഴ്സ് ആർ പോസിബിൾ? ഇവിടെ നമുക്ക് ആകെ 4 എണ്ണം, ഇവിടെ 5 എണ്ണം. ഇവിടെ ഒരെണ്ണത്തിന് 5 ജോഡികളാവാം. അപ്പോ 4 എണ്ണത്തിന് 4 × 5 20. ആകെ ജോഡികൾ ടോട്ടൽ പെയേഴ്സ് 4 × 5 20. ഓക്കെ, ഇനി ഗുണനഫലം ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത അത് ശ്രദ്ധിക്കുക. രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഒറ്റ സംഖ്യയെ ഒറ്റ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ, ഒരു മിനിറ്റ് ഇവിടെ നോക്കൂ, ഒറ്റ ഇൻറ്റു ഒറ്റ അത് ഇരട്ട ഒറ്റ സംഖ്യയായിരിക്കും. ഒറ്റ ഇൻറ്റു ഇരട്ട ഇരട്ടയായിരിക്കും. ഈവൻ ഇൻറ്റു ഓഡ് ഈവൻ, ഈവൻ ഇൻറ്റു ഈവൻ ഈവൻ. ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ എക്സാമ്പിൾ വെച്ച് നോക്കുക. അപ്പം 2 ഒറ്റ സംഖ്യയാണ് വേണ്ടത്. 3 × 5 15 ഒറ്റ. 3 × ഇരട്ട 2 6. 2 × ഒറ്റ 3 6. 2 × 4 8. ഇവിടെ നോക്കിയാൽ ഇത് മാത്രമാണ് ഒറ്റ. അതായത് ഒറ്റ സംഖ്യ കിട്ടണമെങ്കിൽ ഒറ്റ സംഖ്യയെ ഒറ്റ സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഒറ്റ സംഖ്യയെ ഒറ്റ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഒറ്റ സംഖ്യ കിട്ടുക. ഓഡ് ഇൻറ്റു ഓഡ് ഈക്വൽ ടു ഓഡ്, ബാക്കിയെല്ലാം ഈവൻ ആയിരിക്കും. അപ്പം നമുക്കിവിടെ ഗുണനഫലം ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത, അപ്പം നമുക്ക് ഒറ്റ സംഖ്യാ ജോഡികൾ ഓഡ് പെയേഴ്സ്, ഓഡ് പ്രൊഡക്റ്റ് പെയേഴ്സ് ഒറ്റയാണ്. 1 1. ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഒറ്റകൾ ആരൊക്കെയാണ്? 1 3. അതാണ് ഇവിടെ 1 3 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണം. ഇവിടെ 1 3 5, അത് നമ്മൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിനകത്ത് എഴുതി. ഇതിനെ സെറ്റ് 1 3 5 എന്ന് വായിക്കും, അത് കുഴപ്പമില്ല. 3. ഇനി ഇതിലെ ഓരോന്നിനും 3 ജോഡികൾ. അപ്പോൾ 2 എണ്ണത്തിന് 2 × 3 6 ജോഡികൾ. നമുക്കത് എഴുതി നോക്കാം. ഒറ്റ സംഖ്യാ ജോഡികൾ ഇവിടെ ഏതൊക്കെ കിട്ടുമെന്ന് നോക്കൂ. 1 1 ജോഡി നമുക്ക് ഇങ്ങനെ എഴുതാം. പിന്നെ 1 3, അതേപോലെ 1 5 3 1 3 3 3 5. ഓക്കെ, അപ്പോൾ ഒറ്റ സംഖ്യാ ജോഡികൾ 1 2 3 4 5 6. അതാണ് ഇവിടെ 2 × 3 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഗുണനഫലം ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത, probability that product is odd, സമം ഇവിടെ അനുകൂല സാഹചര്യങ്ങൾ ഫേവറബിൾ ഔട്ട്കം 6 ബൈ ടോട്ടൽ ജോഡികൾ ആകെ ജോഡികൾ 20. 6/20. ഇതിന് 2 2 കൊണ്ട് ഹരിച്ചാൽ 2 കൊണ്ട് ഹരിച്ചാൽ 3 2 6 10 3/10 എന്ന് കിട്ടും. ഓക്കെ, ഇനി കൂട്ടുകാരെ ഗുണനഫലം ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത എത്ര? ഒരു കാര്യം ശ്രദ്ധിക്കൂ, 2 സംഖ്യകളെ നമ്മൾ ഗുണിക്കുകയാണ്. 2 സംഖ്യകളെ ഗുണിച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ ഒറ്റ കിട്ടും, അല്ലെങ്കിൽ ഇരട്ട കിട്ടും. ഒറ്റ കിട്ടാനുള്ള സാധ്യത നമ്മൾ ഇവിടെ കണ്ടുവച്ചു, 3/10. ഇനി ശ്രദ്ധിക്കുക, ആകെ സാധ്യത എന്ന് പറയുന്നത് നമ്മൾ 1 എന്നാണ് കാണിക്കുക. 100% 1 എന്ന് കാണിക്കും. ഓക്കെ, ആകെ സാധ്യത 1 ആണ്. അതിൽ നിന്നും ഗുണനഫലം ഒറ്റ സംഖ്യയാവാനുള്ളത് കുറയ്ക്കുക. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഓഡ്. അപ്പം നമുക്ക് എന്താണ് കിട്ടുക? ഇതിൻ്റെ ഉത്തരം കിട്ടും. അപ്പം അതായത് ഗുണനഫലം ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ ആകെ സാധ്യത എന്ന് പറയുന്നത് 1 ആണ്. അതിൽ നിന്നും ഒറ്റ സംഖ്യയുടെ സാധ്യത കുറച്ചു.
ഇരട്ട ഗുണനഫല സാധ്യത ഈവൻ പ്രൊഡക്റ്റ് പ്രോബബിലിറ്റി 1 മൈനസ് 3/10. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 10/10 മൈനസ് 3/10 എന്ന് എഴുതാം. അപ്പോൾ 10 മൈനസ് 3 7/10 എന്ന് കിട്ടും. ഓക്കെ. അല്ലെങ്കിൽ കൂട്ടുകാരെന്ത് ചെയ്യണം? എല്ലാ ജോഡികളും എഴുതി ഉണ്ടാക്കണം. ഓക്കെ. അതായത് 2 1 2 1 2 2 2 3 2 4 2 5 എല്ലാതും എഴുതി ഉണ്ടാക്കണം. അതുപോലെ 1 2 1 4 3 ഏതൊക്കെ വരും? 3 2 3 4 പിന്നെ 4നും ഇതുപോലെ 4 1 4 2 4 3 4 4 4 5 അത്രയും കിട്ടും. അപ്പോൾ 1ന് ഇവിടെ കിട്ടുന്നത് ഏതൊക്കെയായിരിക്കും? 2 എണ്ണം കിട്ടും. 2ന് ഇതിൽ 5 എണ്ണവും കിട്ടും. 3ന് ഇവിടെ ഇരട്ട വരണം. 2 4 2 എണ്ണം വരും. 4ന് എല്ലാവരും വരും. അപ്പോൾ ആകെ 5 5 10 2 12 2 14 എണ്ണം വരും. 14/20 14/20 എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഹരിച്ചാൽ 7/10. അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ. അങ്ങനെയും ചെയ്ത് കണ്ടുപിടിക്കാം. ഇത് നല്ലൊരു ചോദ്യമാണ്. ഇനി 71ാമത്തെ ചോദ്യം നോക്കൂ. ഒരു സമാന്തര ശ്രേണിയിൽ അരിത്മെറ്റിക് സീക്വൻസിൽ n പദങ്ങളുടെ തുക 5n² മൈനസ് 3n ആയാൽ ആദ്യ പദം കാണുക. ഫസ്റ്റ് ടേം കാണാൻ എളുപ്പമാണ്. ഇതിൽ എന്ത് ചെയ്യുക? n-ന് 1 എന്ന് കൊടുക്കുക. അപ്പോൾ ഒരു പദത്തിന്റെ തുക ഒരു പദത്തിന്റെ തുക എന്ന് പറഞ്ഞാൽ അത് ഒന്നാം പദം തന്നെ ആയിരിക്കും. അപ്പോൾ 5 മൈനസ് 3 2 എന്ന് കിട്ടി. ഇതാ. ഓക്കെ. രണ്ടാം പദം കാണുക. രണ്ടാം പദം കാണാൻ 2 പദങ്ങളുടെ തുക കാണുക. 2 പദങ്ങളുടെ തുക കാണാൻ S2 സമം 5 × 2² മൈനസ് 3 × 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 5 20 മൈനസ് 6 14 എന്ന് കിട്ടും. 2 പദങ്ങളുടെ തുക 14 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാം പദം പ്ലസ് രണ്ടാം പദം സമം 14 എന്നല്ലേ? ഇനി നമ്മൾ ഇവിടെ ഒന്നാം പദം 2 എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? രണ്ടാം പദം സമം 14 മൈനസ് 2 2 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്നാം പദം 2 ഇതാ x1 എഴുതാം. രണ്ടാം പദം 2. ഇനി പൊതുവ്യത്യാസം കാണുക. പൊതുവ്യത്യാസം കാണാൻ നമുക്കറിയാം എന്താണ്? രണ്ടാം പദം മൈനസ് ഒന്നാം പദം 2 മൈനസ് 2 0. സോറി, തെറ്റിപ്പോയേ. രണ്ടാം പദം 14 മൈനസ് 2 12. ഓക്കെ, ഇവിടെ കറക്റ്റാ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? പൊതുവ്യത്യാസം രണ്ടാം പദം മൈനസ് ഒന്നാം പദം 12 മൈനസ് 2 10 എന്ന് കിട്ടും. ഓക്കെ, ഇനി n-ാം പദം എഴുതുക. n-ാം പദം കാണാൻ xn സമം dn പ്ലസ് f മൈനസ് d. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? d 10n പ്ലസ് ഒന്നാം പദം 2 മൈനസ് 10. അപ്പൊ നമുക്ക് 10n മൈനസ് 8 എന്ന് കിട്ടി. ഓക്കെ, ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു എളുപ്പത്തിലുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ?
72ാമത്തെ ചോദ്യം. പരിവൃത്ത ആരം സർക്കം റേഡിയസ് 3 സെന്റിമീറ്റർ. രണ്ട് കോണുകൾ 40 ഡിഗ്രി 60 ഡിഗ്രി 2 angles 40 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി ആയ ത്രികോണം വരയ്ക്കാൻ മൂന്നാമത്തെ കോൺ എത്ര? ഒരു ത്രികോണത്തിൽ 3 കോണുകളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ മൂന്നാമത്തെ കോൺ തേർഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 180 മൈനസ് 40 പ്ലസ് 60. അപ്പൊ 180 മൈനസ് 120 180 മൈനസ് 100 40 പ്ലസ് 60. അപ്പോ 80 എന്ന് കിട്ടും. ഇനി കേന്ദ്ര കോണുകൾ കാണുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ കൂട്ടുകാരെ, ഇവിടെ നമുക്ക് 3 സെന്റിമീറ്റർ പരിവൃത്ത ആരം, 3 സെന്റിമീറ്റർ ആരം റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്തായിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇത് റഫായിട്ടാണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് ആംഗിൾ ഒന്നും ശരിയാവില്ല കേട്ടോ. ഓക്കെ, ഇവിടെ ABC. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. ഇത് 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ BAC എന്ന് പറയുന്ന ചാപം ആർക്കിലാണ് ഉള്ളത്. അതുകൊണ്ട് ആൾട്ടർനേറ്റ് ആർക്ക് മറുചാപം എന്ന് പറയുന്നത് ചെറിയ BC ആണ്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? ഇതാണ് നമ്മുടെ സെന്റർ O. അതിലേക്ക് ഇങ്ങനെ വരച്ചു. ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതാണ് സെൻട്രൽ ആംഗിൾ, BCയുടെ സെൻട്രൽ ആംഗിൾ. BC എന്ന വശത്തിന്റെ കേന്ദ്രകോൺ 40ന്റെ 2 മടങ്ങായിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കേന്ദ്ര കോണുകൾ സെൻട്രൽ ആംഗിൾസ് 2 × 40, ഇവിടെ 80 എന്ന് കിട്ടും. ഇനി അടുത്ത നോക്കൂ. ഇനി നമുക്ക് കോൺ B 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കേ. ഇത് 60 ഡിഗ്രി. ഈ കോൺ B 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് ABC എന്ന ചാപത്തിലാണുള്ളത്. ABC എന്ന ചാപത്തിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോ AC എന്ന മറുചാപം ആൾട്ടർനേറ്റ് ആർക്ക്. അപ്പൊ എയിൽ നിന്നും ഓയിലേക്ക് വരയ്ക്കുക. സിയിൽ നിന്ന് ഓയിലേക്ക് ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ അളവ് എന്ന് പറയുന്നത് 60ന്റെ ഇരട്ടി 120 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തേതിന്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ് അല്ലേ? അപ്പോ കോൺ C 80 ആണ്. അതായത് BCA എന്ന് പറയുന്നതിലാണ് ഉള്ളത്. ഇത് 80 ഡിഗ്രി. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? എയിൽ നിന്നും ബിയിൽ നിന്നും ഓയിലേക്ക് വരച്ചാൽ ഈ ആംഗിൾ അതെന്തായിരിക്കും? 80ന്റെ ഡബിൾ 160 ആയിരിക്കും. ഓക്കെ, ഇതുപോലെ ഒരു ചിത്രം വരച്ച് എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ടോട്ടൽ ഏതാണ്? സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. കേന്ദ്ര കോണുകളുടെ ആകെ തുക 360 ആയിരിക്കും. ഇതൊന്ന് കൂട്ടി നോക്കൂ. 100 100 200 ഇവിടെ 300 360. ഓക്കെ, സം ഓഫ് ടോട്ടൽ സെൻട്രൽ ആംഗിൾ ഈസ് 360 ഡിഗ്രി. ആകെ കേന്ദ്ര കോണ് 360 ആണ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 7ന്റെ ഗുണിതങ്ങളായ എല്ലാ 3 അക്ക സംഖ്യകളുടെയും ശ്രേണി പരിഗണിക്കുക. കൺസിഡർ ദ സീക്വൻസ് ഓഫ് 3-digit multiples of 7. അപ്പോ 3 അക്ക സംഖ്യ തുടങ്ങുന്നത് 100ലും അവസാനിക്കുന്നത് 999ലുമാണ് നമുക്കറിയാം. അപ്പോ 7ന്റെ ഗുണിതമായ ആദ്യത്തെ 3 അക്ക സംഖ്യ അത് F എന്ന് നമുക്ക് എഴുതാം. ഫസ്റ്റ്
ടേം ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 7. അതേപോലെ ലാസ്റ്റ് 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 7 എൽ. അത് രണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 100 ആണല്ലോ, അതിനെ ഒന്ന് 7 കൊണ്ട് ഹരിച്ചു നോക്കൂ. 7 7, ഇവിടെ 3 30, 30ൽ 4 പ്രാവശ്യം, അപ്പോൾ 7 4 28, റിമൈൻഡർ 2. ഓക്കെ, 7 കൊണ്ട് ഹരിച്ചാൽ 0 കിട്ടണമെങ്കിൽ എന്താണ്, 2നോട് 5 കൂട്ടണം, അപ്പോഴാണ് 7 കിട്ടുക. അപ്പോൾ 100നോട് 5 കൂട്ടൂ, 105. അപ്പോൾ ഒന്നാം പദം 105. അവസാന പദം കാണാൻ 999നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പം നമുക്ക് 1 7 2, 29ൽ 4 7 28, 1 19, 19ൽ 7 2 14, 5. നമുക്കിനി 999നേക്കാൾ ചെറുതാണ് വേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതിൽ നിന്നും കുറയ്ക്കുക. 5 കുറച്ചാൽ എത്ര കിട്ടും, 994, 994 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 7ന്റെ ഫസ്റ്റ് 3 ഡിജിറ്റ് മൾട്ടിപ്പിള് 105ഉം ലാസ്റ്റ് 3 ഡിജിറ്റ് മൾട്ടിപ്പിള് 994ഉമാണ്. അപ്പോൾ നമുക്ക് എഫ് 105 എൽ, അതായത് XN ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 994 എന്ന് കിട്ടി. ഇതിന് നമുക്ക് നമ്മുടെ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന X1 XN ഉപയോഗിക്കും. ഓക്കെ, X1 105, XN 994. ആദ്യ പദവും അവസാന പദവും കിട്ടി. ആകെ പദങ്ങൾ കാണാൻ നമ്മൾ എന്ത് ചെയ്യും, n സമം xn മൈനസ് x1/d പ്ലസ് 1 എന്ന് ഉപയോഗിക്കും. ഇതോർക്കാം. അപ്പോൾ 994 മൈനസ് 105 ബൈ പൊതുവ്യത്യാസം 7ന്റെ ഗുണിതം മൾട്ടിപ്പിൾ ഓഫ് 7, അതുകൊണ്ട് 7 പ്ലസ് 1. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 9. 14ന്ന് 5 പോയാൽ 9, ഇവിടെ ഇനി 8 അല്ലേ, 9 5 14, 14ന്ന് 5 പോയി കഴിഞ്ഞാൽ 9. ഇന്നിവിടെ 8 ആണുള്ളത്. അപ്പോൾ 8ന്ന് 0 പോയാൽ 8, പിന്നെ ഇവിടെ എന്തുണ്ട്, ഇവിടെ 9 തന്നെയുണ്ട്, 8. ഓക്കെ, 9 1 പോയി കഴിഞ്ഞാൽ 8, 889 എന്ന് കിട്ടും, പ്ലസ് 1. നോക്കാം, 890. ഇനി നമുക്ക് 889/7 ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടും, 1 7, 18ൽ 2 പ്രാവശ്യം 14, 49ൽ 7 പ്രാവശ്യം പ്ലസ് 1, 128 എന്ന് കിട്ടും. ഓക്കെ, എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്താൽ മതി. 994 മൈനസ് 105, അപ്പോൾ 9, ഇവിടെ 8 8 കറക്റ്റാണ്. ഇനി 889നെ 7 കൊണ്ട് ഹരിക്കുക. 1 7 18, 2 പ്രാവശ്യം 14, 49ൽ 7 പ്രാവശ്യം 7 49, 127 പ്ലസ് 1 128. ഓക്കെ, അപ്പോൾ ആകെ പദങ്ങൾ എത്രയാണ് കിട്ടിയത്, 128. ഇതാ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, തുക കാണുക. കാൽക്കുലേറ്റ് ദ സം. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 128 ടേംസ് അതെങ്ങനെ കാണും, യെസ്, 128 സമം 128/2 ഇൻറ്റു ഒന്നാം പദം എത്രയാണ്, 105 അല്ലേ, ഇതാ 105 പ്ലസ് അവസാന പദം 994. ഓക്കെ,
അപ്പൊ ഇത് നമുക്ക് 64 ഇൻറ്റു ഇതെത്ര വരും? 1100ലേക്ക് 1 കുറവ് 1099. ഓക്കെ, ഇതാ 64 ഇൻറ്റു 1099. അപ്പൊ കൂട്ടുകാരെ ഇത് നമുക്ക് എന്ത് ചെയ്യാം? 1100 ഇൻറ്റു 64 എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 2 0 64 ഇൻറ്റു 1 64 6 ബാക്കി 64ഉം 6ഉം 70. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു 64 കുറയ്ക്കണം. അപ്പോൾ 6 4 10, ഇവിടെ 9 3, ഇവിടെ 3 70 336. കറക്റ്റ്. അല്ലെങ്കിൽ ഗുണിക്കുക. ഓക്കെ, ഇതുപോലത്തെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 7ന്റെ തന്നെ ചോദിക്കണമെന്നില്ല, 9ന്റെയോ 11ന്റെയോ ചോദിക്കാം. അപ്പം നിങ്ങൾ ആദ്യ പദം കണ്ടുപിടിക്കുക. അപ്പോൾ 3 അക്കത്തിൻ്റെയാണ് ചോദിക്കുന്നതെങ്കിൽ 100 കൊണ്ട് ഹരിച്ചു നോക്കുക. ശിഷ്ടം കിട്ടുന്നത് 7 എത്താൻ വേണ്ടി എത്ര വേണോ അത്രയും കൂട്ടിയാൽ ഒന്നാമത്തെ പദം കിട്ടും. ഇനി 3 അക്ക സംഖ്യ, അവസാനത്തെ 3 അക്ക സംഖ്യ 999 ആണ്. തന്ന സംഖ്യ കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പോൾ ശിഷ്ടം 0 കിട്ടുന്നെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എത്രയാണോ ശിഷ്ടം കിട്ടുന്നത്, റിമൈൻഡർ കിട്ടുന്നത്, അത് കുറയ്ക്കുക. ഓക്കെ, 0 ഇതിനെ 0 ആക്കണം. ഇതിനെ 0 ആക്കണം. മറ്റൊടത്ത് നമുക്ക് തന്ന സംഖ്യ ആക്കണം. അപ്പം നമുക്ക് 5 കുറച്ചു ഇവിടെ. അപ്പം നമുക്ക് അവസാന പദം കിട്ടി. ഇനി നമുക്ക് എന്താണ് ചോദ്യത്തിൽ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാം പദം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ പൊതുവ്യത്യാസം ഏതിൻ്റെ ഗുണിതമാണോ പറയുന്നത്, ഏതിൻ്റെ മൾട്ടിപ്പിൾ ആണോ പറയുന്നത്, അതായിരിക്കും കോമൺ ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി, ലാസ്റ്റ് ടേം കിട്ടി. അതുകൊണ്ട് മിക്ക കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പദങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു xn മൈനസ് x1/d+1. ആ ഫോർമുല ഉപയോഗിക്കാം. പിന്നെ സമ്മ് കാണാൻ വേണ്ടിയിട്ട് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് nth ടേം അത് ഉപയോഗിക്കാം. ഓക്കെ, ഇനി 74ാമത്തെ ചോദ്യം. പെട്ടി 1-ൽ 5 വെളുപ്പും 5 വൈറ്റും 3 ബ്ലാക്കും, ബോക്സ് 2-ൽ 4 വൈറ്റും 6 ബ്ലാക്കും ഉണ്ട്. ഓക്കെ, ഇവിടെ ടോട്ടൽ 5 + 3 8, ഇവിടെ 6 + 4 10. 2-ൽ നിന്നും ഓരോന്നെടുത്താൽ ആകെ എത്ര ജോഡികൾ സാധ്യമാണ്? ആകെ ജോഡികൾ 5 + 3 8 ഇൻറ്റു 4 + 6 10. അപ്പോൾ 8 × 10 80 പെയർസ്. ഓക്കെ, രണ്ടും വെളുപ്പാകാനുള്ള സാധ്യത. ഇവിടെ നമുക്ക് 5 വൈറ്റ്, ഇവിടെ നമുക്ക് 4 വൈറ്റ്, ഇവിടെ ഓരോന്നിനും 4 പെയേഴ്സ്, 4 ജോഡികൾ. അപ്പോൾ 5 എണ്ണത്തിനും കൂടി 5 × 4 20 ജോഡികൾ. അപ്പൊ നമുക്ക് രണ്ടും വെളുപ്പാകുന്ന ജോഡികൾ എത്രണ്ണം കിട്ടും? 5 × 4 20 എന്ന് കിട്ടും. അതാദ്യം എഴുതി വെക്കുക. ഓക്കെ, രണ്ടും വെളുപ്പാകാനുള്ള ജോഡികൾ. both number of pairs with both are white. അത് 5 × 4 20. ഇനി രണ്ടും വെളുപ്പാകാനുള്ള സാധ്യത, probability that both are white, എന്ത് കിട്ടും? 20 ആകെ 80. അപ്പൊ നമുക്ക് 1/4 എന്ന് കിട്ടും. ഇവിടെ എന്ത് ചെയ്തു? ആകെ വെളുത്ത ജോഡികൾ 5 × 4 ആകെ ജോഡികൾ നേരിട്ട് കണ്ടു. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി രണ്ടും കറുപ്പാകാനുള്ള സാധ്യത. അപ്പൊ കൂട്ടുകാരെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും കറുപ്പാകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ആദ്യ പെട്ടിയിൽ എത്ര കറുപ്പുണ്ട്? 5 എണ്ണം.
രണ്ടാമത്തെ പെട്ടിയിൽ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. ഓരോന്നിനും ഇവിടെ 6 ജോഡികൾ ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ ആകെ 30 ജോഡികൾ. രണ്ടും കറുപ്പാകുന്ന ജോഡികൾ 30. Number of pairs with both black 5 into 6 30. ഇനി രണ്ടും കറുപ്പാകാനുള്ള സാധ്യത probability that both are black എന്ത് കിട്ടും? 30 by total 80. സോറി, നമുക്ക് ഇവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട്. 3 ബ്ലാക്കേ ഉള്ളൂ ഇവിടെ. 3 ബ്ലാക്കും 6 ബ്ലാക്കുമാണ്. 5 ഇൻറ്റു അല്ല, 3 ഇൻറ്റു 6 18. അപ്പൊ നമുക്കിവിടെ 18/80. 18/80 ആവുമ്പോൾ 2 കൊണ്ട് ഹരിച്ചാൽ 9/40. അപ്പൊ ആൻസർ 9/40 എന്നാണ്. ഓക്കെ, എനിക്ക് തന്നെ തെറ്റ് പറ്റി. അതുകൊണ്ട് നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ പെട്ടെന്ന് 5 എടുത്തെഴുതി, അത് തെറ്റാണ്. 3 ബ്ലാക്ക് ഇൻറ്റു 6 ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 9/40 എന്ന് കിട്ടും. ഇനി അവസാനത്തെ ചോദ്യമാണ് 75ാമത്തെ ചോദ്യം. ചിത്രത്തിൽ സി ഡി എ ബിക്ക് ലംബമാണ്. സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. എ ഡി 9 സെന്റിമീറ്റർ, ഇത് 9 സെന്റിമീറ്റർ. ഡി ബി 4 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ സി ഡി സ്ക്വയർ ഈക്വൽ ടു എ ഡി ഇൻറ്റു ഡി ബി എന്ന് തെളിയിക്കുക. ഇത് പ്രൂവ് ചെയ്യണം. എന്നിട്ട് സി ഡിയുടെ നീളം കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ കൂട്ടുകാരെ, ആദ്യം നമുക്ക് ഇവിടെ ത്രികോണം എ ഡി സിയും ത്രികോണം സി ഡി ബിയും സിമിലർ ട്രയാങ്കിൾസ്, സദൃശ ത്രികോണങ്ങളാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമ്മുടെ കോൺ എ സി ബി, ആദ്യം കോൺ എ സി ബി 90 ഡിഗ്രി ആണല്ലോ. കാരണം എന്താണ്? ഇത് മൊത്തം 90 ഡിഗ്രി. എന്തുകൊണ്ടാ? കോൺ എ സി ബി അർദ്ധവൃത്തത്തിലെ കോണാണ്. അത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, an angle in the semicircle is always 90 degree. അതുകൊണ്ട് കോൺ എ സി ബി 90 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ത്രികോണം എ ഡി സിയും സി ഡി ബിയും എടുക്കാം. ഓക്കെ, അതിൽ ഞാൻ ഈ കോണ് എക്സ് ആണെന്ന് എടുക്കുകയാണ്. ഇതിപ്പോ 90 ഡിഗ്രിയാണ്. കാരണം സി ഡി ലംബമാണ് എ ബി. സി ഡി എ ബിക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് 90 ആണ്, ഇതും 90 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ
ത്രികോണം ADC അതില് കോൺ CAD x ഡിഗ്രി എന്നെടുത്താൽ നമ്മുടെ കോൺ ACD എന്തായിരിക്കും? ഇത് 90 ഇതും കൂട്ടിയാൽ 90 കിട്ടണം. അപ്പോ 90 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോഴാണ് നമുക്ക് 90 180 മൈനസ് എക്സും പ്ലസ് എക്സും 180 കിട്ടുക. ഇങ്ങനെ കിട്ടും. ഇനി ത്രികോണം CDB നോക്കൂ. കോൺ ACB 90 ഡിഗ്രിയാണ്. അതിൽ കോൺ ACD 90 മൈനസ് എക്സ് ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? എക്സ് ആയിരിക്കില്ലേ? കോൺ DCB എന്തായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂട്ടിയാൽ 90 കിട്ടണം. ഇത് എക്സ് ആണെങ്കിൽ ഇവൻ എന്തായിരിക്കും? 90 മൈനസ് എക്സ്. കാരണം ഇത് 90 ആണ്. 90 പ്ലസ് എക്സ് അതിനോടുകൂടി എന്ത് കൂട്ടിയാലാണ് ആകെ 180 ആവുക? 90 പ്ലസ് എക്സ് പ്ലസ് എന്ത് ചെയ്താലാണ് 180 കിട്ടേണ്ടത്? 90 മൈനസ് എക്സ് ചെയ്യണം. അപ്പൊ ഇത് 90 മൈനസ് എക്സ് ആണ്. കോൺ DBC എന്താണ്? 90 മൈനസ് എക്സ്. ഇത് 90 ഇത് 90. ഇത് എക്സ് ആണെങ്കിൽ ഇത് 90 മൈനസ് എക്സ്. ഇവിടെ നമുക്ക് 90 വേണം. അതുകൊണ്ട് ഇതെന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? 90 മൈനസ് എക്സ്. ഇങ്ങനെ കിട്ടി. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ നോക്കൂ കൂട്ടുകാരെ. ത്രികോണം ACDയിലെ കോണുകൾ എക്സ് 90 മൈനസ് എക്സ് 90. അതേപോലെ ഇവിടെ നമുക്ക് എക്സ് 90 മൈനസ് എക്സ് 90. അതുകൊണ്ട് ഇവർ രണ്ടുപേരും എന്താണ്? രണ്ട് ത്രികോണങ്ങളിലെയും എല്ലാ കോണുകളും തുല്യമാണ്. അതുകൊണ്ട് അവ സദൃശ്യ ത്രികോണങ്ങളാണ്. ACDയും അതേപോലെ തന്നെ CDBയും സദൃശ്യ ത്രികോണങ്ങൾ, സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. സദൃശ്യ ത്രികോണങ്ങളിൽ വശങ്ങൾ എന്തായിരിക്കും? ഒരേ അനുപാതത്തിലായിരിക്കും. ഓക്കെ. അതായത് ഇവിടെ നമ്മൾ ത്രികോണം ADC, ത്രികോണം CDB ഇതിൽ എക്സ് ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന വശം ആരാണ്? CD ബൈ ഇതിന്റെ എക്സിനെതിരെ കിടക്കുന്ന ആരാണ്? BD. ഒരേ കോണുകൾക്ക് എതിരെ കിടക്കുന്ന വശങ്ങൾ ഒരേ അംശബന്ധത്തിലായിരിക്കും. അപ്പോൾ CD ബൈ BD സമം എക്സിനെതിരെ CD, ഇവിടെ എക്സിനെതിരെ ആരാ? DB. അതെന്തിന് തുല്യമാണ്? നമുക്ക് ഇതെടുക്കാം. തന്നിരിക്കുന്നത് എടുക്കാം. തന്നിരിക്കുന്നത് ഏതാ? AD. അതായത് 90 മൈനസ് എക്സിനെതിരെ കിടക്കുന്നത് AD. ഇവിടെ 90 മൈനസ് എക്സിനെതിരെ കിടക്കുന്നത് ആരാണ്? CD. ഓക്കെ. ഇവർ രണ്ടുപേരും സദൃശ്യ ത്രികോണങ്ങൾ, സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട്
എക്സ് ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന കോണുകളുടെ അംശബന്ധം എന്താണ്? സി ഡി ബൈ ഇപ്പുറത്ത് ബി ഡി. അത് 90 മൈനസ് എക്സിനെതിരെ കിടക്കുന്ന വശങ്ങൾ എ ഡി ബൈ സി ഡി അതിന് തുല്യമായിരിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് എന്താണ് സമം 90 ഡിഗ്രിക്കെതിരെ കിടക്കുന്നു. അപ്പൊ എ സി ബൈ ഇവിടെ ആരാ? ബി സി. ഇങ്ങനെ എഴുതാം. നമുക്കിവിടെ സി ഡി എ ഡി ഡി ബി ഇവരാണ് വരുന്നത്. സി ഡി എ ഡി ബി ഡി. അപ്പൊ നമുക്ക് ഈ ഭാഗം എടുത്താൽ മതി. ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് സി ഡിയെ സി ഡി കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് സി ഡി ഇൻറ്റു സി ഡി സമം ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുന്നു എ ഡി ഇൻറ്റു ബി ഡി എന്ന് കിട്ടും. അതായത് സി ഡി സ്ക്വയർ സമം എ ഡി ഇൻറ്റു ഡി ബി കിട്ടി. ഓക്കെ. അപ്പോ ഇതിന്റെ പ്രൂഫ് ഞാൻ ഒന്നുകൂടി പറയാം. ചിത്രത്തിൽ കോൺ എ സി ബി മട്ടകോണാണ്, അതിവിടെ എഴുതി. ഇനി ത്രികോണം എ ഡി സി, ത്രികോണം സി ഡി ബി ഇവ പരിഗണിക്കുക. ഇതിൽ കോൺ സി എ ഡി എക്സ് ആയാൽ കോൺ എ സി ഡി 90 മൈനസ് എക്സ് ആണ്. അത്രയും കിട്ടി. കോൺ ഡി സി ബി എന്തായിരിക്കും? എക്സ് ആയിരിക്കും. കാരണം കോൺ എ സി ബി 90 ആയതുകൊണ്ട് എ സി ഡി പ്ലസ് ഡി സി ബി 90 ആണ്. അപ്പൊ 90 മൈനസ് എക്സ് പ്ലസ് എക്സ് ആണ് 90. അതുകൊണ്ട് ഇത് എക്സ് ആണ്. കോൺ ഡി ബി സി 90 മൈനസ് എക്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ 6 കോണുകൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് പറയാം? ഈ 2 ത്രികോണങ്ങളിലും 3 കോണുകളും തുല്യമാണ്. In these 2 triangles, all 3 angles are equal. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എക്സ് ആംഗിളിന് എക്സ് ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന സി ഡി മറ്റേതിലാരാണ്? ബൈ ബി ഡി. ബി ഡി ആണ് ഇവിടെ എക്സിന് എതിരെ കിടക്കുന്നത്. അതെന്തിനു തുല്യമായിരിക്കും? 90 മൈനസ് എക്സ് ഡിഗ്രികളുടെ വശങ്ങളുടെ അംശബന്ധത്തിന് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ 90 മൈനസ് എക്സിനെതിരെ കിടക്കുന്നത് എ ഡി, ഇവിടെ കിടക്കുന്നത് സി ഡി. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും സി ഡി സ്ക്വയർ സമം എ ഡി ഇൻറ്റു ഡി ബി എന്ന് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സി ഡിയുടെ നീളം കണ്ടുപിടിക്കണം. അപ്പോ കൂട്ടുകാരെ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? സി ഡിയുടെ സ്ക്വയർ. ഞാൻ ഇവിടെ എഴുതാം. സി ഡി സ്ക്വയർ സമം എ ഡി ഇൻറ്റു ഡി ബി. ഇവിടെ നമുക്ക് നോക്കൂ, എ ഡി 9 എന്ന് തന്നിട്ടുണ്ട്, ഡി ബി 4 തന്നിട്ടുണ്ട്. 9 4 36. സി ഡിയുടെ സ്ക്വയർ 36 ആണെങ്കിൽ സി ഡി എന്തായിരിക്കും? √36. അത് 6ന്റെ വർഗമാണ് 36. 6 × 6 36. അപ്പോ സി ഡി 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ. ഈ സദൃശ്യ ത്രികോണങ്ങൾ, സിമിലർ ട്രയാങ്കിൾസ് 9ാം ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും. ഓക്കെ. അത് വെച്ചാണ് ഇത് നമ്മൾ തെളിയിക്കുന്നത്. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ 5ാമത്തെ പാർട്ട് ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി അടുത്ത ഭാഗത്തിൽ
76 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങളുമായി പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 6. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.